മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ ഇപ്പോൾ വീണ വിജയൻ മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം ഭയങ്കര വിവാദമായിട്ടുള്ള കേസുകളാണ്. എനിക്ക് ഇതിൽ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്, രസകരമായിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശം? നമ്മളൊരു കേസിൽ ഒരു പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ, സംശയിച്ചിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്താൽ, ഇനി യഥാർത്ഥ പ്രതിയാണെങ്കിലും അല്ലെങ്കിലും കുറ്റം നിഷേധിക്കുകയാണ് പതിവ്. വീണ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടത് കോടതിയാണ്. പക്ഷേ CBI അന്വേഷണം വേണ്ട എന്നാണ് വീണ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. താൻ നിരപരാധിയാണെങ്കിൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ, സധൈര്യം നേരിടാൻ തയ്യാറാകുകയല്ലേ വേണ്ടത്? മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. മടിയിൽ കനമുള്ളവൻ മാത്രം പേടിച്ചാൽ മതിയല്ലോ. ഇവിടെ എന്തുകൊണ്ട് വീണ ഇത് പറഞ്ഞു, ഈ CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നു? ഇത് വീണ നിരത്തുന്ന ന്യായങ്ങളൊക്കെ വളരെ ബാലിശമാണ്. ഞാൻ വിദ്യാസമ്പന്നയായ ഒരു ആളാണ്, അതും ഇതുമായിട്ട് എന്ത് ബന്ധം? അതെ, ഇത് നേരത്തെ പിന്നെ നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ കേസിലും അതുപോലെ താൻ വിദ്യാസമ്പന്നയാണ്, പഠിക്കുന്ന ആളാണ്, വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബാലിശമായ വാദങ്ങളാണ്. അതിനൊന്നും എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് രണ്ടാമത് പറയുന്നത് അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അച്ഛനെതിരെ രാഷ്ട്രീയ വേട്ടയാടലിന് വേണ്ടി തന്നെയും കരുവാക്കുകയാണ് എന്നൊക്കെയാണ്. ഇതിനൊക്കെ എന്താ നിലനിൽപ്പ്? ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് അതല്ലേ കോടതി നോക്കുകയുള്ളൂ. പൊതുതാൽപര്യ ഹർജി പോയിരിക്കുന്നത് ഇത് അഴിമതി നടന്നു, അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടാണ്. അതിന് എതിരെ നമ്മൾ എന്താണ് പറയുന്നത്? ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ? താൻ സേവനം കൊടുത്തത് കൃത്യമാണോ? ഈ കമ്പനിക്ക് സേവനം കൊടുത്തത് കൃത്യമാണോ? ഇതൊക്കെയല്ലേ വീണ പറയേണ്ടത്. അതിന് പകരം ഈ CBI അന്വേഷണം വേണ്ടാന്ന് വീണയാണോ തീരുമാനിക്കേണ്ടത്? അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ഈ മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്, അവിടെയൊക്കെ മുഖ്യമന്ത്രിമാർ ഭരിക്കുന്നുണ്ട്, അവർക്കൊക്കെ മക്കളുണ്ട്. അവരെ ആരും കേസിൽപ്പെടുത്താൻ ആരും ശ്രമിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഇത്രയും നാൾ ഇളവ് നൽകി എന്ന്. അതെ, അങ്ങനെയും ഒരു ചോദ്യം കോടതി ചോദിച്ചാൽ വീണ എന്ത് മറുപടി പറയും? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഈ SFIOയുടെ അന്വേഷണം നടന്നിട്ട് പോലും സ്വതന്ത്രയായി വിഹരിക്കുന്നത് എന്ന് കോടതി തിരിച്ചു ചോദിച്ചാൽ വീണ എന്ത് മറുപടി പറയും? അപ്പോൾ ഇതിനൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ ബാലിശമായ, പിന്നെ എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ അച്ഛന് പങ്കില്ല. ഇത് ആർക്കാ അറിഞ്ഞിടാത്തത്? അച്ഛന് പങ്കില്ല, അച്ഛനല്ല, വീണയാണ് കമ്പനി നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് നടന്നിരിക്കുന്ന ഇടപാടുകളിൽ ചില സംശയങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിംഗ് മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു പിഴ ഇവർക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പിഴ ഇവർ അടയ്ക്കേണ്ടി വന്നു. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നു. അവർ ഡൽഹി കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധി വിഷയങ്ങൾ. KSIDCയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അതിൽ നിന്ന് പണം കൈപ്പറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അല്ല, KSIDC സർക്കാരിൻ്റെ, KSIDCക്ക് ഷെയറുള്ള കമ്പനിയാണ് ഈ സ്വകാര്യ കമ്പനി. അവർക്ക് 13.5% ഷെയറുണ്ട്. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ് ഈ വ്യവസായ വകുപ്പ്. ആ വ്യവസായ വകുപ്പിന് ഈ കമ്പനിയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടന്നാൽ അത് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിനകത്ത് അഴിമതി ഉണ്ട്, മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അച്ഛനൊരു ഉന്നത പദവിയിലിരിക്കുന്നു, മകൾക്ക് ഒരു പാരിതോഷികം കൊടുക്കുന്നു, തീർച്ചയായിട്ടും അത് ഒരു അസ്വാഭാവികത അതിനകത്ത് കണ്ടാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ പാരിതോഷികമല്ല, ഈ പറയുന്നത് പോലെ ഒരു സേവനം കൊടുത്തു, അതിൻ്റെ പേരിൽ പണം കൊടുത്തു. ഇവിടെ ഈ സേവനം നൽകിയിട്ടില്ല എന്ന് 3 അന്വേഷണങ്ങളിൽ വ്യക്തമായി. ആ 3 അന്വേഷണങ്ങൾക്ക് മറുപടി പറയാൻ അവർ തയ്യാറല്ല. എക്സാലോജിക് ബിനാമി കമ്പനിയല്ല. എക്സാലോജിക് ബിനാമി കമ്പനിയാണെന്നല്ലല്ലോ പറഞ്ഞത്. ഇവിടെ എന്തിന് നിങ്ങൾ എന്ത് സേവനം കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ പണം ആ കമ്പനി തന്നത്? ഈ ചോദ്യത്തിന് ഉത്തരമാണ് വീണ പറയേണ്ടത്. അതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടുന്നില്ല ഇതുവരെ. ഇതാണ് ഈ വിഷയത്തിൽ സംശയം. ഈ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ വീണ വിജയനോ എക്സാലോജിക്കിനോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നത് അടുത്ത തലത്തിലേക്ക് തന്നെ അന്വേഷണം പോകണം എന്നുള്ളത് SFIO കൃത്യമായിട്ട് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ അടുത്തൊരു തലത്തിലേക്ക് അന്വേഷണം പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കറിയാം അഴിമതി ED ഇടപെടേണ്ടി വരും, അല്ലെങ്കിൽ CBIയുടെ അന്വേഷണം വേണ്ടി വരും. അപ്പോൾ CBIയുടെ എൻക്വയറി വേണ്ടി വരും. അപ്പോൾ അടുത്തൊരു തലത്തിലേക്ക് പോകുമ്പോൾ ഈ വീണ വിജയൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിന് യാതൊരുവിധ അല്ല, അത് വളരെ വളരെ കൃത്യമാണ്. ED ഈ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കോടതിയിൽ നിന്ന് കോടതി EDക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് SFIO. അതുപോലെ തന്നെ ED മറ്റു ചില ഈ മൊഴിപ്പകർപ്പുകൾ ഇവരെ ചോദ്യം ചെയ്യുകയും അതിൽ നിന്ന് ഇവരുടെ മൊഴി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മൊഴിപ്പകർപ്പുകൾ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ED അന്വേഷണം, കാരണം ഇത് വിദേശത്തുമൊക്കെ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയാലേ സത്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിലേക്കാണ് ED മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഇത് CBI അന്വേഷിക്കണമെന്നും ഇതിനകത്ത് അഴിമതി ഉണ്ടെന്നും ഒക്കെ ആരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നത്. ആ ഹർജിന്മേലാണ് ഇവർക്ക് നോട്ടീസ് അയച്ചപ്പോൾ പിണറായി വിജയനും മകളും ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം കൊടുക്കുന്നത്. സത്യവാങ്മൂലത്തിൽ CBI അന്വേഷണം വേണ്ട, ആവശ്യമില്ല എന്ന് പറയാൻ ഇവരാരാണ്? പൊതു താല്പര്യ ഹർജി അല്ല എന്ന് വീണ വിജയൻ ഇന്നത് പറയുന്നുണ്ട്. പൊതു താല്പര്യ ഹർജി അത് കോടതി നോക്കിയാൽ തന്നെ അറിയാലോ. പൊതു താല്പര്യ ഹർജി ഇപ്പോൾ തീർച്ചയായിട്ടും അഴിമതി ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതു താല്പര്യ ഹർജികൾ വരും. അത് പൊതു താല്പര്യ ഹർജി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്, വീണയല്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ AKG സെൻറ്ററിൻ്റെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയത് എന്നാണ് വീണ പറയുന്നത്. പിന്നെ എന്തിനാണ് പിഴ ഈടാക്കിയത് അതും കൂടി വീണ പറയണ്ടേ? അതൊന്നും അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല. ഈ AKG സെൻറ്റർ തൻ്റെ ഒരു സുരക്ഷിത താവളമാണെന്ന ഈ ആരോപണം അവാസ്തവമാണ്, അടിസ്ഥാനരഹിതമാണ് എന്നൊക്കെ. എന്തിനാണ് ഈ AKG സെൻറ്ററിൻ്റെ പേര് നിങ്ങൾ ഉപയോഗിച്ചത്? ആ അഡ്രസ്സ് എന്തിനു കൊടുത്തു? അതുകൊണ്ടല്ലേ ഈ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നത്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, നിങ്ങൾ AKG സെൻറ്ററിലാണോ താമസിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് എന്തിനു കൊടുത്തു എന്ന ചോദ്യത്തിനൊരു ഉത്തരം, കൃത്യമായ ഉത്തരം മകളും പറയുന്നില്ല, അച്ഛനും പറയുന്നില്ല. അച്ഛൻ മകൾ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ കമ്പനിയാണ്, സ്റ്റാർട്ടപ്പാണെന്നൊക്കെ പറഞ്ഞ് വലിയ വിശദീകരണമൊക്കെ നിയമസഭയിൽ കൊടുത്തു. ഞാൻ നേരിട്ട് കേട്ടതാണ് ആ വിശദീകരണം, ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്ന ആളാണ്. പക്ഷേ അവിടെ എന്തുകൊണ്ട് AKG സെൻറ്ററിൻ്റെ പേര് മകൾ ഉപയോഗിച്ചു എന്ന ചോദ്യത്തിനൊരു ഉത്തരമില്ല. ആ ഉത്തരം കൃത്യമായിട്ട് പറയാൻ അച്ഛനോ മകൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം. ഇത് മാത്രമല്ല, പറയുന്നത് പോലെ CBI അന്വേഷണം വരുമ്പോൾ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ? CBIക്ക് സ്വമേധയാ വേണമെങ്കിൽ കേസെടുക്കാം. SFIOയുടെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മറ്റൊരു അന്വേഷണം ആവശ്യമില്ല എന്ന് പറയാൻ ഇവിടെ വീണയ്ക്ക് എന്താണ് അതിനുള്ള യോഗ്യത, എന്താണ് അതിനുള്ള അധികാരം, അവകാശം? ഇതിനൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബാലിശമാണ് വീണയുടെ മറുപടി. ഇതൊന്നും കോടതിയിൽ നിലനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ പറയുന്നത് പോലെ SFIOയുടെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മറ്റൊരു അന്വേഷണവും പാടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ നിയമപരമായ വിഷയങ്ങളൊക്കെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കും. എന്തായാലും കോടതിയുടെ ഇതെന്താണെന്നുള്ള നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയാം മുൻപേ ഉള്ള ലാവ്ലിൻ കേസാണെങ്കിലും സ്വർണ്ണക്കടത്ത് കേസൊക്കെ ആണെങ്കിലും പലപ്പോഴും നമുക്കറിയാം അതൊക്കെ ഒരു മന്ദഗതിയിൽ പലയിടങ്ങളിലായിട്ട് പോയിരിക്കുകയാണ്. കോടതിയെ നമുക്ക് വിശ്വാസമാണ്, അല്ലെങ്കിൽ ആ ഒരു നിയമവ്യവസ്ഥയിൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ എന്നാലും ഇത്തരത്തിൽ കേസുകൾക്ക് ഒരു മാന്ദ്യം, ഒരു അങ്ങോട്ടൊരു നീങ്ങാതെ പോകുന്നില്ല. ഇന്ത്യയിൽ എത്ര കേസുകളാണ് കെട്ടിക്കിടക്കുന്നതെന്ന് നമുക്ക് വല്ല അറിവുണ്ടോ? കോടിക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ് ഇന്ത്യയിൽ. അതൊന്നും നിസ്സാരമല്ല. നാഷണൽ ഹെറാൾഡ് കേസ് എത്ര തവണ മാറ്റിവെച്ചു എന്നറിയാമോ? ഏതാണ്ട് 40-ലധികം തവണ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് അത്രയും വരില്ല. ലാവ്ലിൻ കേസും മാറ്റിവെക്കുന്നുണ്ട്. പല പ്രശ്നങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്തായാലും അന്വേഷണം നടന്നേ മതിയാവുള്ളൂ. ഈ
അന്വേഷണം എന്ന് പറയുന്നത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വീണയല്ലല്ലോ. അല്ല, വീണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത്. ഞാനോ സാറോ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങി, ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് നടന്നത്, എപ്പോഴും നമ്മളൊക്കെ ജയിലിൽ കിടന്നത്. അല്ല, അത് മാത്രമല്ല, ഈ നാട്ടിൽ വേറെ എത്രയോ സ്റ്റാർട്ടപ്പുകളുണ്ട്, അവർക്കൊന്നും ഈ കേസ് ഇങ്ങനെ ഇടപെടേണ്ടി വരുന്നില്ലല്ലോ. ഈ വീണ മറുപടി പറയേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. എക്സാലോജി കമ്പനി എന്തിനു വൈൻഡപ്പ് ചെയ്തു? ബാംഗ്ലൂരിൽ അവർ ഈ പറയുന്ന സ്വകാര്യ കമ്പനിയുടെ സഹോദര സ്ഥാപനത്തിൽ നിന്നൊരു വലിയ തുക ലോൺ എടുത്തിട്ട്, വായ്പ എടുത്തിട്ട്, ആ വായ്പ മറച്ചു വെച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ, സ്ക്വാഷ് ചെയ്യാനായിട്ട് അപേക്ഷ കൊടുത്ത് വൈൻഡപ്പ് ചെയ്തു. അതിൻ്റെ പേരിൽ കർണാടക സർക്കാർ ഇവർക്കെതിരെ ബാംഗ്ലൂരിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസ് അവിടെ നിലനിൽക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ വീണയ്ക്ക് മറുപടി പറയാനുള്ളത്? എന്തിനാണ് ഈ കമ്പനി സ്ക്വാഷ് ചെയ്തത്? നഷ്ടത്തിലാണോ? എങ്കിൽ ഈ വായ്പ എടുത്തത് എന്തിനു മറച്ചു വെച്ചു? ഇതൊക്കെ ന്യായമായ ചോദ്യങ്ങളല്ലേ? ഈ ചോദ്യത്തിന് എന്താ വീണ ഉത്തരം പറയാത്തത്? ഇതിനൊക്കെയല്ലേ കൃത്യമായ ഉത്തരം പറയേണ്ടത്? അതിന് പകരം ഈ ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ച് കാടടച്ച് വെടിവെക്കുന്ന പതിവാണ് ഇക്കുറിയും തുടർന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഒരു ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു CBI അന്വേഷണത്തിലേക്ക് കോടതി പോയാൽ അത് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇവിടെ അച്ഛൻ്റെയും മകളുടെയും മറുപടി, സത്യവാങ്മൂലം വളരെ ബാലിശമാണ്. അതൊന്നും മുഖവിലയ്ക്ക് പോലും എടുക്കാനുള്ള യോഗ്യത അതിനുണ്ട് എന്ന് തോന്നുന്നില്ല.